കുട്ടികളുടേതാകുന്ന രക്ഷകർത്താവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കുട്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഥാർത്ഥ രക്ഷകർത്താവ് എന്ന് പറയുന്ന പോസ്റ്റ് അതാണ്. നമ്മൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര പേർ സ്വന്തം മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്? ചിന്തിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇതുവരെയുള്ള മക്കളുടെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിലേക്കാണോ പോകുക, അതല്ല നരകത്തിലേക്കാണോ പോവുക? അവന്റെ ഇപ്പോഴത്തെ മുടി വളർത്തൽ, അവന്റെ ഇപ്പോഴത്തെ പാൻസ് അവിടെ ഇവിടെയൊക്കെ തുറന്ന് കീറിയിട്ടിരിക്കുക, മൊത്തത്തിൽ ദാരിദ്ര്യം പിടിച്ച മാതിരിയാണ്. എല്ലാം കാണാം. മൊത്തം കീറിയിട്ടുകൊണ്ടുള്ള പാൻസ് വാപ്പയിട്ട് കൊടുത്തിരിക്കുക. ഈ പോക്ക് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവോ നരകത്തിലേക്ക് പോവോ? നിങ്ങൾ പറഞ്ഞാൽ രക്ഷകർത്താക്കളാണ് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്ത കുട്ടികളല്ല. ചില കുട്ടികൾക്ക് ശരീരമാസകലം പച്ച കുത്തി കൊടുത്തിരിക്കുക. വാപ്പായും ഉമ്മായും കുടുംബസമേതം പോയി പച്ച കുത്തി. ജമാഅത്തായി നിസ്കാരം ഇല്ല, ജമാഅത്തായിട്ട് പച്ച കുത്തൽ. അല്ലാഹു മുളക്കാക്കട്ടെ. പച്ചകുത്തൽ തനിച്ച ഹറാമാണ്, മനസ്സിലായിക്കോ. ഇന്നിപ്പോ വലിയ ട്രെൻഡായിട്ട് കുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സംഭവമായിട്ട് വന്നിരിക്കുക. കാമുകന്റെ പേര് കയ്യിൽ വരച്ചു വെക്കുന്നു. കാമുകിയുടെ പേരെന്ത് ചെയ്യുന്നു? നെഞ്ചിൽ വരച്ചു വെക്കുന്നു. ഒന്നിന്റെ പേര് നെഞ്ചിലും മറ്റൊന്നിന്റെ പേര് നെഞ്ചിനകത്തും. അങ്ങനെ കൊണ്ടേ നടക്കും. ഭർത്താവിന്റെ പേര് ഇവിടെ വരച്ചു വെക്കുന്നു, പെണ്ണുങ്ങൾ വരച്ചു വെക്കുന്നു. എല്ലാരും ഇത് തന്നെ പരിപാടി. ഇപ്പോഴത്തെ ട്രെൻഡാണ്. പറ്റുമോ? ഹറാമാണ്. ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തവശിമാത് വന്നാമിസാത് വൽ മുതനമ്മിസാത് والمتفلجات للحسن المغيرات خلق الله. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആദരവായ പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറയുകയാണ്, അല്ലാഹു ശപിച്ചതായ വിഭാഗമാണ്. ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തവശിമാത്. ശരീരമാസകലം പച്ചകുത്തുന്നവരെ, പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ശപിച്ചാൽ അമ്പിയാക്കൾ ശപിച്ചതല്ലേ? അമ്പിയാക്കൾ ശപിച്ചാൽ ലോകത്തുള്ള ഔലിയാക്കൾ ശപിച്ചില്ലേ? ഔലിയാക്കൾ ശപിച്ചാൽ സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ശാപവാക്കും അവർക്കല്ലയോ? ലോകത്തുള്ളതാകുന്ന സർവ്വ മലായികത്തുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നഊദു ബില്ലാഹ്. പച്ചകുത്തുന്ന പരിപാടി ഹറാമാണ്. അല്ലാഹു മലക്കാക്കട്ടെ. അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഉസ്താദെ കുത്തിയത് വേഗം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. എവിടെയാണോ കുത്തിയത് ആ സ്ഥലത്തുണ്ടെന്ന് മായ്ച്ചു കളഞ്ഞ് തലയൊക്കെ മറച്ചിട്ട് തൊടയെ കുത്തുന്ന പരിപാടി അങ്ങനെയുണ്ട്. തല മറച്ച് കാര്യത്ത എന്നിട്ട് തൊട കാണിച്ചു കൊടുത്തേക്കാണ്. ഇവിടെ വരച്ചോളെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അത്ര ദീനുള്ള ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഹദീസ് തീർന്നില്ല. ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദേ പിരികം ത്രെഡ് ചെയ്യാൻ പറ്റുമോ? അല്ലാഹ് അതാ കേട്ടോ, പെണ്ണുങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയണ്ട. അതിനെ ഇതും ആദ്യം തന്നെ തന്നാ പിന്നെ റാഹത്താവും. വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി തുനിയുന്നതാകുന്ന സഹോദരിമാരെ ഹറാമാണ്. ഏതെല്ലാം സഹോദരിമാർ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ, അതിനുവേണ്ടി താല്പര്യപൂർവ്വം നിലകൊണ്ടിട്ടുണ്ടോ, അതിനുവേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? വന്നാമിസാത് വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യാൻ, പ്ലക്ക് ചെയ്യാൻ വേണ്ടി അത് നിലകൊള്ളുന്നവരെയും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നും നബിയുനാ റസൂലുള്ളാഹി. തീരുമാനമായല്ലോ. ആയോ മുപ്പരവാദിനെ വിളിക്കണ്ടായിരുന്നു.
പിരികം ത്രെഡ് ചെയ്തിട്ട് അപ്പൊ ഇരിക്കുന്ന എല്ലാവരും. ഈ ഹദീസ് വിശദീകരിച്ച് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നു, കേട്ടോ പെണ്ണുങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. അല്ലാഹ് ഷാഫി മദ്ഹബിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? എന്തിൽ? പച്ചകുത്തുന്നതല്ല. പച്ചകുത്തുന്നത് എന്തായാലും പറ്റൂല, ആണിനും പറ്റൂല, പെണ്ണുങ്ങൾക്കും പറ്റൂല, നിരുപാധികം ഹറാമാണ്. പിരികം ത്രെഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർക്ക്? വിവാഹം കഴിഞ്ഞ സഹോദരിമാർ. ഭർത്താവിന്റെ അനുമതിയുണ്ട് എങ്കിൽ മാത്രം. സുന്നത്തല്ല. സുന്നത്താണോ? അല്ല. പിന്നെന്താ? അനുവദനീയം, ജായിസ. ആരുടെ അനുവാദം വേണം? ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ചെയ്യൽ അനുവദനീയാണ്. അനുമതിയില്ല, അയാൾ പറയാണ് വേണ്ട, അതിനുള്ള കാശൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിർത്തി, അതോടുകൂടെ സ്റ്റോപ്പാണ്. അനുമതിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം, ഇച്ചാടേ നിലകൊണ്ട നല്ല ഇടി കൊടുത്തിട്ട് എപ്പോ വാങ്ങിച്ചെന്ന് ചോദിച്ചു. അനുവാദം ഉണ്ടെങ്കിൽ ഇത് ചെയ്യൽ അനുവദനീയം. എപ്പോഴാണ് അനുവദനീയം? വിവാഹത്തിന് ശേഷം. ഇത് സാധാരണ കൂടുതലായി ചെയ്യൽ ആരാണ്? വിവാഹത്തിന് മുമ്പാണ്. എന്തിന്? നല്ല ചെക്കനെ കിട്ടാൻ, പുതിയാപ്പിളെ കിട്ടാൻ, നല്ല കൊമ്പ് നിലാവ് പോലെ വരച്ചു വെച്ചുകൊണ്ട് നടക്കും. വിവാഹം കഴിഞ്ഞതിന് ശേഷം അനുവദനീയമല്ല ഷാഫി മദ്ഹബിൽ. വിവാഹത്തിന് ശേഷം എന്തായാലും ഇങ്ങനെ കിട്ടി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലാതെ ഇനിയിപ്പോ അതിനകത്തിട്ട് വരയ്ക്കാനും നിൽക്കാതിരിക്കുന്നത് നല്ലത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇനി അങ്ങനെ ചെയ്യണോ നിർബന്ധമുള്ളവർ എന്ത് ചെയ്തോ? ഭർത്താവിന്റെ അനുവാദം വാങ്ങിയിട്ട് ചെയ്തോ, അനുവദനീയാണ്. അതിന് പ്രത്യേക കൂലി വല്ലതും ഉണ്ടോ? അനുവാദമാണ്, ജായിസ. മസല പറയുമ്പോൾ തീർത്ത് പറയണം, അതിനാണ് പറയുന്നത്. അപ്പോഴും വിവാഹത്തിന് മുമ്പ് അനുവാദം ഉണ്ടോ? അതില്ല. വളരെ ശ്രദ്ധിക്കണം, മസലയാണ്, അതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കൂടുതൽ ധാരാളം ആളുകൾ, ഇപ്പൊ സ്ത്രീകളൊക്കെ ധാരാളം ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. വിവാഹത്തിന് മുമ്പ് തീർത്തും ഹറാമാണ്. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ അനുവദനീയമാണ്, ഇല്ലെങ്കിൽ പാടില്ല. ഇനി മറ്റൊരു വിഷയം, പല്ല് രാകുന്ന പരിപാടിയുണ്ട്. പല്ലിങ്ങനെ എപ്പോഴും 24 മണിക്കൂറും എവിടെയാ? അത് വായി നോക്കാൻ പോയതാണ്. എവിടെ? എപ്പോഴും പോയിട്ട് ഇത് തന്നെ പല്ല് കാണിക്കാൻ പോവാ 24 മണിക്കൂർ. അങ്ങനെ ചിലർക്കുണ്ട് അസുഖം. പല്ല് രാകുക എന്ന് പറയും. അതിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് എപ്പോഴും അതിന്റെ പുറകെ നിൽക്കും. അൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ അൽ മുഗയ്യറാതി ഖൽഖല്ലാഹ്. അല്ലാഹു നിനക്ക് നൽകിയ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ തയ്യാറാകരുതേ. അല്ലാഹു നൽകിയിരിക്കുന്ന സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, അള്ളാഹുവിന് താല്പര്യമില്ല. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചതിന്റെ രൂപവും ഭാവവും മാറ്റം വരുത്താൻ നിനക്ക് അനുവാദമില്ല. പല്ല് രാകാൻ വേണ്ടി സദാസമയവും ഡെന്റിസ്റ്റുകളെ കാണാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിനുവേണ്ടി സമ്പത്ത് ധാരാളമായി ചെലവഴിക്കുന്നവരെ പാടില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. പല്ല് രാകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂർപ്പിച്ച് ക്ലീനാക്കി എപ്പോഴും അതിന്റെ പുറകെ തന്നെ നിൽക്കുക, എപ്പോഴും അതിന്റെ പണി. അവരെ കാണുന്നില്ലല്ലോ. അത് ദന്തിസ്റ്റിനെ കാണാൻ പോയതാണ്. അടുത്ത ആഴ്ച നോക്കുമ്പോ വീണ്ടും തന്നെ ഒരു പല്ലിങ്ങനെ തെക്കോട്ട് പോകുന്നുണ്ടായിരുന്നു, അതിനെ വടക്കോട്ടാക്കാൻ പോയത്. ഇതന്നെ പല്ലെല്ലാം കൂടി ഇങ്ങനെ കേറി ഇറങ്ങി നിൽക്കുന്നു. അത് കമ്പിയിട്ട് നേരെ വരുത്തി, അതൊന്നും അല്ല പ്രശ്നം. മറിച്ച് ഇത് തന്നെ പരിപാടി. ചിലർക്ക് പല്ല് രാകുക എന്ന് പറയും. 24 മണിക്കൂർ അതിങ്ങനെ ക്ലീൻ ചെയ്ത് അതിങ്ങനെ നല്ല കൂർമിച്ച പല്ല് പോലെ ആക്കാൻ വേണ്ടി തന്നെ ഇതിന്റെ പുറകെ. റബ്ബ് നമ്മളെ സൃഷ്ടിപ്പിച്ച ഒരു ഘടനയുണ്ട്, അതിൽ ഓവറായിട്ട് മാറ്റം വരുത്തണ്ടെന്നർത്ഥം. അതിലൊരു ഖൈറുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല കോലത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മനോഹരമായിട്ടാണ് അള്ളാഹു പടച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. സൃഷ്ടികൾക്കും പ്രത്യേകമായി ഗ്ലാമർ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു മറ്റൊരു സബ്ജക്റ്റാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആത്മീയമാകുന്ന അറിവ് നമ്മൾ കൊടുക്കണം. സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം. നമ്മൾ അവരുടെ രക്ഷകർത്താക്കളാണ്. നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണം.
ദാദാ ഖുർആൻ പറയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും വിശ്വാസിനികളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ടും നരകത്തെ കൊണ്ടും സ്വർഗത്തെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചിട്ടുള്ളതാകുന്ന മുഅ്മിനേ, أنفسكم وأهليكم نارا. നീ നിന്റെ സ്വന്തത്തെയും നിന്റെ സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ. അവരുടെ രക്ഷകർത്താവ് നീയാണ്. നീ നിന്റെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കുകയും നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ കാരണം? നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് അത് പെട്രോളല്ല, ഡീസലല്ല, കൽക്കരിയല്ല, അത് മണ്ണെണ്ണയല്ല സോദരാ. നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കുന്നത് ദുഷിച്ചതായ ജനങ്ങളാണ്, ഭീമാകാരമായ പാറക്കല്ലുകളുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ കള്ള് കുടിച്ചവരില്ലേ, വ്യഭിചരിച്ചവരില്ലേ, സിനിമ കണ്ടതാകുന്ന സഹോദരനില്ലേ, സീരിയൽ ദർശിച്ചതായ സഹോദരിയില്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണിനെ പായിച്ചതാകുന്ന സഹോദരനല്ലേ, കാതുകൾ കൊണ്ട് ഹറാമായ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ജീവൻ സുറ്റതാക്കിയ സഹോദരനല്ലേ, കാമുകിയുമായുള്ള ഭാഷണവുമായി നിലകൊണ്ടതായ ചെറുപ്പക്കാരനല്ലേ, സഹോദരനല്ലേ, കാമുകന്റെ ഭാഷണം കേൾക്കാൻ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, സ്വന്തം ഭർത്താവിന് വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പിൽ അന്യരെ കടത്താൻ വെമ്പൽ കൊണ്ടവളല്ലേ, സ്വന്തം ഭാര്യയോടുള്ള സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹം മറന്ന് അന്യ പെണ്ണിന് വേണ്ടി കിടക്ക വരിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരനല്ലേ, യുവാവല്ലേ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നരകത്തിലെ ഇന്ധനം നീയാണ്. നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്നത് നിന്നെയാണ് സഹോദരാ, സഹോദരി. ദുഷിച്ച ജനങ്ങളാണ്, ഭീമാകാരമായ പാറക്കല്ലുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വലിയ പാറക്കല്ലുകൾ നമുക്കറിയാം, കല്ലിന് ചൂട് പിടിച്ചാൽ പിന്നെ ചൂട് പോകൂല. ഇപ്പൊ വീട് പണിയുന്ന ആളുകളൊക്കെ വീട്ടുമുറ്റത്ത് കടപ്പാക്കല്ലും അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും ഒക്കെ കൊണ്ടുവന്ന് വിരിക്കും അല്ലേ? എന്താണ്, ചെരുപ്പില്ലാതെ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? ഒരു 12 മണി സമയത്ത് 1 മണി സമയത്ത് അതിൽ ചെരുപ്പില്ലാതെ ഒന്ന് കാര്യം ചവിട്ടി നോക്ക്, എത്ര നേരം നിൽക്കും? ഓടുകയാണ്. വീട്ടിലുള്ളതാകുന്ന കല്ലുകൾ, ഉരുളൻ കല്ലുകൾ, ചരൽ കല്ലുകൾ ചൂട് പിടിച്ചാൽ എന്താണ് അതിന്റെ അവസ്ഥ? അല്ലാഹു ഖുർആനിൽ പറയുന്നു, വൽ ഹിജാറ, പാറക്കല്ലുകളും അതോടൊപ്പം തന്നെയുള്ളതാകുന്ന ദുഷിച്ച ജനങ്ങളെയും ഇട്ടിട്ടാണ് നരകത്തെ കത്തിക്കുന്നത്. നരകത്തിന്റെ ഇന്ധനം അതാണ്. എത്ര നാളാ കത്തിച്ചത്? 3000 വർഷം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. أوقد النار 1000 سنة حتى حمرت ثم أوقد 1000 سنة حتى بيضت ثم أوقد 1000 سنة حتى سودت وهي سوداء مظلمة.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കുവാൻ ഓർഡറുകയാണ്. 1000 കൊല്ലം നിരന്തരമായി കത്തിക്കുകയാണ്. നരകത്തിന്റെ സൃഷ്ടിപ്പ് എത്ര നാളാണ്? 1000 കൊല്ലം, 1000 വർഷം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സഹാബ. നബിയുനാ റസൂലുള്ളാഹി ثم اوقد 1000 سنه വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സ്വഹാബ. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കാൻ ഓർഡറിടുകയാണ്. 3000 വർഷമാണ്, 3000 സംവത്സരങ്ങളാണ് നരകത്തെ കത്തിക്കാൻ ഉപയോഗിച്ചത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹത്ത സവദ്ദത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുകറുത്തു പോയി. വഹിയ സൗദാഉൻ മുസ്ലിമാ, ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും വെറുക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്നതായ കോലത്തിലേക്ക്, രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് നരകത്തെ അല്ലാഹു മാറ്റി സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമായ പാറക്കല്ലുകളും ഇട്ട് കത്തിക്കുന്നതായ നരകത്തിന്റെ വിശേഷണമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. 3000 വർഷമാണ് രാവും പകലും അല്ലാഹു നരകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊണ്ട് പറയുകയാണ്, أنفسكم وأهليكم نارا. അല്ലയോ മുസ്ലിമായ സഹോദര സഹോദരി, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ മക്കളെയും ഈ നരകത്തിൽ നിന്ന് കാക്കണേ, കാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 1000 വർഷം നിരന്തരമായി കത്തിച്ച് കറുകറുത്തതാകുന്ന ഈ നരകത്തിൽ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ മോചിപ്പിക്കാൻ. അല്ലാതെ വേറൊന്നുമല്ല. SSLC A+ കിട്ടി, 8-ാം തീയതി ഇതാ റിസൾട്ട് വരുന്നു, ആയിക്കോട്ടെ. +2 നിനക്ക് ഫുൾ A+ കിട്ടി, ആയിക്കോട്ടെ. ഇതൊക്കെ ദുനിയാവിൽപ്പെട്ട ഭാഗമാണ്. ഇതൊക്കെ ഇതിനേക്കാൾ വലിയ വിജയം നേടിയെടുക്കേണ്ടത് ആഖിറത്തെ കുറിച്ചാണ്. ആഖിറത്തിൽ നീ നഷ്ടവാളിയാണ് എങ്കിൽ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ദുനിയാവ് നീ വാരിക്കോരി മക്കൾ കൊടുത്തു, ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു, ആത്മീയ വിദ്യ ഒന്നും നൽകിയിട്ടില്ല. ആഖിറം വട്ടപൂജ്യമാണ്. ആഖിറമാണ് വിജയിച്ചു കിട്ടേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമ്മി പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നബിയേ, നബിയേ, തങ്ങൾ ഈ സമുദായത്തിന് അറിയിച്ചു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണേ. തങ്ങൾക്കും ഈ സമുദായത്തിനും ഏറ്റവും കരണീയമായത് ആഖിറമാണ്, ആഖിറമാണ്. ദുനിയാവിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ആഖിറത്തിന്റെ ജീവിതമാണ്. അവിടെ നമ്മൾ വിജയിക്കുവോ അത് ചിന്തിക്കണം. അത് അല്ലാഹു അടിക്കടി പറയുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ അവസരം കിട്ടിയോ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് ലഭിച്ചുവോ? ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യപ്പെട്ടുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവൻ വിജയശ്രീലാളിതനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ.
അവനാണ് വിജയിച്ചത്. എന്റെ മോൻ വിജയിച്ചു. എവിടെ? SSLC +2 ഒക്കെ ദുനിയാവ്. എന്റെ മോൻ വിജയിച്ചു. ഫേസ്ബുക്കിൽ ഇടുകയാണ്, വാട്സാപ്പിൽ പ്രചരിക്കുകയാണ്, ഭയങ്കര സംഭവമായിട്ട് DP വെച്ചിരിക്കുകയാണ്. അതൊക്കെ ദുനിയാവ്. ആഖിറ എവിടെ എത്തി? ആഖിറ 000. പള്ളി കയറിയിട്ട് പെരുന്നാളിനന്ന് കയറിയതാണ്. പിന്നെ മകൻ പള്ളി കണ്ടിട്ടില്ല. 27-ാം ലൈലത്തുൽ ഖദ്ർ പൊതിഞ്ഞു വാങ്ങിക്കൊണ്ട് പോയ ഹാജിയാര പിന്നെ ഹാജിയാരെയും കണ്ടിട്ടില്ല, മോനെയും കണ്ടിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അന്ന് പോയതാ. മക്കളോട് പള്ളിയിൽ പോകാൻ വാപ്പ എന്നാ പറയാ? 2 ദിവസം പറയും റമദാനിൽ. ഒന്ന് 17-ാം രാവിനും പിന്നെ ഒന്ന് 27-നും. കാരണം 2 ദിവസവും നല്ല പൊതിയുണ്ട്, കനത്തി വീട്ടിൽ കൊണ്ടുവന്നാൽ അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി അടിക്കാം. അതിനുവേണ്ടി മക്കളെ പറഞ്ഞു വാപ്പ പള്ളിയിലോട്ട് വിടും. നിന്റെ ഒരു പൊതിയും കൂടെ വാപ്പ കിട്ടിയിട്ടോ അതിനകത്ത് 2 പീസ് എടുത്ത് അടിക്കാം. വേഗം പോ, പള്ളി പോ. അന്ന് മാത്രം വാപ്പ മക്കളെ പ്രത്യേകം നോട്ട് ചെയ്യും, പള്ളി വന്നോ. അതൊന്നും അല്ല വാപ്പാവും, അതല്ല കർത്തവ്യം. അല്ലാഹ് പറയുന്നു, വിജയിച്ചവൻ ആര്? ആരാ വിജയിച്ചത്? നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കുകയും ചെയ്തത് ആരുണ്ടോ അവൻ വിജയിച്ചു. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്റെ മകൻ സാലിഹാവണം എന്ന നിയ്യത്തിലാകട്ടെ നമ്മൾ ഇന്നത്തെ സദഖ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ മകൻ, എന്റെ മകൾ, എന്റെ മക്കൾ, എന്റെ പരമ്പര അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെടാം. മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീനില്ലേ? എന്താ നിങ്ങളെല്ലാരും എന്നോട് ദേഷ്യപ്പെട്ടില്ല? എല്ലാവർക്കും ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. രക്തമയോ ഇല്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വേഗം വേഗം എല്ലാവരും നല്ലൊരു സദഖ കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളോടുള്ള സ്നേഹം ആ കൊടുക്കുന്ന സദഖയിൽ കാണണം. 5-ന്റെ നോട്ട് തപ്പരുത് പേഴ്സിനകത്ത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മക്കള് നന്നാകാനാണ് ഇടുന്നത്. കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുക, തുറന്നാ തീർന്നു അത് കാണും. അതുകൊണ്ട് അകത്ത് ഉള്ളിൽ വെച്ച് ചുരുട്ടി വെച്ച് 10-ന്റെ നോട്ട്. എന്റെ മോൻ സാലിഹാവണം. അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഓരല്ല ആമീൻ പറയുന്നില്ലല്ലോ എല്ലാവരും. എന്തുപറ്റി? ഇവിടെ സുന്നികളല്ലേ? ഇനി വേറെ വല്ല സ്ഥലത്താണോ വന്നത്? ആണോ? സുന്നി മാത്രമാണ്. ആമീൻ പറയാൻ എല്ലാവർക്കും ഒരു മടി. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവിധമാകുന്ന കുതന്ത്രങ്ങളിൽ നിന്ന്, ഹറാമായ മേഖലകളിൽ നിന്ന് ഞങ്ങളെ മക്കളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് ആത്മീയത ഉള്ളവരായ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ദുനിയാവാണിത്, അതാദ്യം മനസ്സിലാക്കണം. ദുനിയാവാണ്. ഇവിടെ പിഴച്ചു പോകാൻ ഒരു സെക്കൻഡ് മതി. വഞ്ചനയുടെ ലോകം എന്നാണ് ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. ഇതെന്തിന്റെ ലോകമാണ്? വഞ്ചിക്കും. നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കും. ഒരു ദിവസം നിന്നെ ചതിക്കും. 1,00,000 രൂപ കടം വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ അവന്റെ ഒരു അഡ്രസ് ഇല്ല. ദുനിയാവ് അങ്ങനെയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റൂല അമിതമായി. ദുനിയാവിന്റെ പിറകെ ആളുകൾ ഓടും. ഖുർആൻ പറഞ്ഞതല്ലേ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്. ചതിയുടെ ലോകമാണ്. ഇവിടെ വഞ്ചന മാത്രം ഉണ്ടാവും. من كان يريد حرث الدنيا نؤته منها ومن كان يريد حرث الآخرة نزد له في حرثه. ദുനിയാവിന്റെ പിറകെ ഓടിയോ
ഈ ദുനിയാവ് സമ്പാദിക്കാൻ രാവും പകലും അധ്വാനിച്ചുവോ? ഇന്ന് മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി വാപ്പമാർ ഉമ്മമാർ ഓടുന്നത് മക്കൾക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന രക്ഷിതാക്കളെ, അതിനുവേണ്ടി മക്കളെ പ്രാപ്തരാക്കാൻ ഓടുന്നതാകുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മൻ കാന യുരീദു ഹർഫദ് ദുനിയാ നുഖ്തിഹി മിൻഹാ. ദുനിയാവ് വാരിക്കോരി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ദുനിയാവിൽ നിന്ന് അല്പം നാം നൽകുന്നതാണ്. ദുനിയാവ് തരാതിരിക്കൂല, വളരെ കുറച്ച് തരും. മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നിനക്ക് ഈ നൽകിയതൊക്കെ വളരെ കുറവാണ്. ഈ അടുത്ത് എം.എ. യൂസുഫ് അലി അദ്ദേഹം കേരളത്തിലെ 1-ാം നമ്പർ കാശുകാരനായി വീണ്ടും തെരഞ്ഞെടുത്തു. ഫോക്സ് മാസികയിൽ വന്നതാകുന്ന വാർത്തയാണ്. 63,000 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. വളരെ കുറച്ച്, 63,000 കോടി രൂപയാണ് ആസ്തി. ഇത് കണ്ടിട്ട് നമ്മൾ എന്താണ് വലിയ കാശ് പഠിച്ചവനെ, എന്താണ് അയാളുടെ തലയെ വരച്ചിരുന്ന നമ്മുടെ നടുവത്ത് വരച്ചാൽ മതിയായിരുന്നു, അല്ലാഹു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് വസ്വാസാകുക. 63,000 കോടി ഒന്നും അല്ല എന്ന് ഖുർആൻ പറയാണ്. എടാ, അള്ളാഹു തരാൻ വിചാരിച്ച അള്ളാഹു അതിലേക്ക് നോക്കിയിട്ട് പറയാണ്, എന്ത്? ദുനിയാവിന്റെ പിറകെ നീ ഓടിയാൽ അത് വളരെ കുറവാണ്. അള്ളാഹുവിൻ്റെതാകുന്ന ഖജനാവിലേക്ക് ചേർത്ത് നോക്കുമ്പോ നിനക്ക് ഈ നൽകപ്പെട്ടതും ഈ കൊടുക്കപ്പെട്ടതാകുന്ന ധനാഢ്യർക്ക് നൽകപ്പെട്ട സമ്പത്തൊക്കെ വളരെ ചെറുതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നതാ. നമ്മൾ ഓടുന്നതിനാണല്ലോ മക്കളെ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസം പഠിപ്പിക്കണം, ഭൗതികം പഠിപ്പിക്കണം. എന്തിനാ? അപ്പാക്ക് റാഹത്തായിട്ട് പിന്നെ കാലുമേ കാല് കയറ്റി വെച്ചിരുന്നാ മതി. മക്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഡോളർ എറിഞ്ഞു തരും. റാഹത്താണ്. ഇതിന്റെ പുറകെയല്ലേ ഓടുന്നത്. ومن كان يريد حرث الآخرة نزد له في حرثه. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മക്കൾക്ക് ആഖിറത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ. ആഖിറം സമ്പാദിക്കാൻ നീ തയ്യാറായാൽ അതിൽ അല്ലാഹു വർധനവ് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കളെ ഹാഫിളാക്കിയാൽ, മക്കളെ ആലിമാക്കിയാൽ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനാണ് നീ നടക്കുന്നത് എങ്കിൽ നിന്റെ വിക്രം, നിന്റെ ഔറാദും, നിന്റെ തസ്ബീഹും, നിന്റെ തഹ്ലീലും, നിന്റെ തക്ബീറും, നിന്റെ തംജീദും, നിനക്ക് അല്ലാഹുവിനെ നീ പുകഴ്ത്തലും വാഴ്ത്തലുമെല്ലാം നിന്റെ മക്കൾ സാലിഹാകണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലാണ് എങ്കിൽ മക്കൾക്ക് നീ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ, ദർസി രംഗത്ത് പറഞ്ഞു വിടുന്നതിലൂടെ, അറബി കോളേജിലേക്ക് പറഞ്ഞു വിടുന്നതിലൂടെ, പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അവന്റെ കൃഷിയിടത്തിൽ നാം വർധനവ് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാം കിട്ടും, ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൗതികം വേണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞത്. SLC വേണ്ട, +2 വേണ്ട, ഭൗതികം വേണ്ട എന്നല്ല, രണ്ടും വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഡ്രൈവിംഗ് അറിയാവുന്ന എത്ര പേരുണ്ട്? കാർ ഓടിക്കാൻ അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? നോക്കട്ടെ. കാർ ഓടിക്കാൻ അറിയാവുന്നവർ ആരുമില്ലേ? കൈ ഉയർത്തുന്നില്ലല്ലോ, എല്ലാവരും മടിയന്മാരാട്ടോ. എന്റെ വണ്ടിയുടെ ഡ്രൈവർ ആക്കാനൊന്നും അല്ല, എന്നോട് ചോദിച്ചാണ്. എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിക്ക് നോക്കട്ടെ. മാഷാ അല്ലാഹ്. അല്ലാഹു ഈ കൈ ഉയർത്തിക്കുന്നവർക്ക് ആഫിയത്തും സിഹത്തും കൊടുക്കണേ റഹ്മാൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യണം. അത് ഓടിക്കാൻ അറിയാവുന്നവരോട് പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ഭൗതിക വിദ്യ കൊള്ളാം, പക്ഷെ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മീയതയിൽ ചാരിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ഭൗതിക വിദ്യ പഠിക്കാൻ ളുഹറിന്റെ സമയമായി, അപ്പൊ ഒരു ബ്രേക്ക് ഇടണം, ളുഹർ നിസ്കരിക്കണം. അസറിന്റെ സമയമായി, ഭൗതിക വിദ്യയാണ്, ബ്രേക്ക് ഇടണം, അസർ നിസ്കരിക്കണം. മഗ്രിബിന്റെ സമയമായി, മഗ്രിബ് നിസ്കരിക്കണം. ഇശാന്റെ സമയമായി, ഇശാ നിസ്കരിക്കണം. സുബഹിയുടെ സമയമായി, സുബഹി അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. അതിന്റെ റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണം. ദിക്റും ഔറാദും വേണം. യാസീൻ ഓതേണ്ട സമയത്ത് അത് ഓതണം. വാഖിയ സൂറത്ത് ഓതേണ്ട സമയത്ത് അത് പാരായണം ചെയ്യണം.
മജ്ലിസുകൾ മജ്ലിസുൻ നൂറാകട്ടെ, മറ്റുള്ളതാകുന്ന മജ്ലിസുകളാകട്ടെ, മൗലിദിന്റെ സദസ്സാകട്ടെ, ആത്മീയതയിൽ ചാലിക്കപ്പെട്ടിട്ടുള്ള ഏതെല്ലാം മജ്ലിസുകളുണ്ടോ അതൊക്കെ പരിപൂർണമായി പങ്കെടുക്കണം. ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കഡോ. ഭൗതിക വിദ്യ പഠിച്ച് അങ്ങ് പോയാ പോരാ, ആത്മീയതയിൽ നിഴലിച്ചുകൊണ്ടായിരിക്കണം നിന്റെ യാത്ര, എങ്കിലേ വിജയിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വണ്ടി ഓടിക്കുന്ന ആളെ എപ്പോഴും എന്ത് ചെയ്യും? ഇടക്കിടക്ക് കാലം ഇങ്ങനെ എങ്ങോട്ട് കൊണ്ടുവരും? ബ്രേക്കിലേക്ക് കൊണ്ടുവരും. ആണോ അല്ലയോ? ആ ബ്രേക്ക് ഉണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. ആ ബ്രേക്ക് ഇല്ലെങ്കിൽ വണ്ടി പോത്തുമില്ല. ഒരാളുടെ ബ്രേക്ക് തീരെ ഇല്ല, അയാൾ വണ്ടി എടുത്തോണ്ട് പോവില്ല. അപ്പൊ ബ്രേക്കാണ് യഥാർത്ഥത്തിൽ ഈ ആത്മീയത. കറക്റ്റായിട്ട് നിന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, ഹറാമിൽ നിന്ന് തെറ്റുവാനും തഖ്വയിലേക്ക് എത്തിക്കാനും ഈ ബ്രേക്ക് ഉപകരിക്കും, ഈ ആത്മീയത. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കൊടുക്കാൻ കഴിയണം നമ്മുടെ മക്കൾക്ക്. ഇത് കിട്ടിയിട്ടില്ല. ഇന്ന് മകന്റെ ലുഹറില്ല, അസറില്ല, മഗ്രിബിന് പള്ളി ചിലപ്പോ വന്നു, ഇശായിന് പിന്നെയില്ല, തീരെയില്ല. ചിലപ്പോ മഗ്രിബിന്റെ സമയത്ത് ട്യൂഷന് പോയിട്ടുണ്ടാവും. നമുക്കതാണ് പ്രധാനം. നമുക്ക് ഭൗതികമാണ് ഏറ്റവും വലുത്. നമ്മൾ അതിന്റെ പിറകെ ഓടുക. മദ്രസയിൽ തന്നെ മക്കളെ കൃത്യമായി വിടാതെ ശനി ഞായറും ഏതെങ്കിലും ആളെ വെച്ചുകൊണ്ട് ട്യൂഷൻ വെക്കുന്നതാകുന്ന സമ്പ്രദായത്തിലേക്ക് വരെ ഇന്നത്തെ തലമുറ മാറിയില്ലേ? മദ്രസയിൽ തന്നെ പറഞ്ഞു വിടുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനോടൊക്കെ ഒരു നിസ്സാരവൽക്കരണം, അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്തായി? ഇന്ന് ലഹരി വല്ലാതെ കൂടിപ്പോയി. എന്തിന്റെ ലഹരി? യഥാർത്ഥമാകുന്ന ലഹരി. കള്ളും കഞ്ചാവും MDMAയും LSDയും ഒക്കെ ഉപയോഗിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് വല്ലാതെ കൂടിപ്പോയി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ലഹരി നുണഞ്ഞോ, കള്ളു കുടിച്ചിട്ടുണ്ടോ, കഞ്ചാവ് അടിച്ചവരുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവരിൽ നിന്ന് പരിപൂർണമായി ഈമാനിനെ, വിശ്വാസത്തെ എടുത്തു മാറ്റപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്നതായ ഖമീസിനെ തലവഴി ഊരി കാണിച്ചിട്ട് പറയുകയാണ്, ഹകദാ ഹകദാ, ഇതേപോലെ ഞാൻ ഈ തലവഴി വസ്ത്രം ഊരിയതുപോലെ മനുഷ്യ മാനവ വിജ്ഞാന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനും ഹദീസുകളും വെച്ച് അമൽ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ ഈമാനുള്ളതായ മനുഷ്യന് അവന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഈമാൻ ഈ രീതിയിൽ ഉരപ്പെട്ടു പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ അങ്ങ് പോവും. ഈമാൻ പോയാൽ പിന്നെ കാഫിറല്ലേ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. من مات مدمنا بالخمر يموت كعابد اللات والعزى. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടതായ മുസ്ലിമില്ലയോ, ചെറുപ്പക്കാരില്ലയോ, എത്രയെത്ര സഹോദരിമാരാണ് ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിട്ടതായ രക്ഷിതാക്കളെ, പഠിച്ചു വെക്കണേ. ക്രിസ്മസിന്റെ രാവുകളിലും ന്യൂ ഇയറിന്റെ രാവുകളിലും ഓണത്തിന്റെ രാവുകളിലും ആഘോഷ പൊലിമകളിലുമൊക്കെ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ കള്ളു കുടിക്കുന്നവരല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരല്ലേ. എത്ര ചെറുപ്പക്കാരാണ് ഡ്രഗ്സുകൾക്ക് അടിമപ്പെട്ടിട്ടുള്ളത്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി നമ്മുടെ തലമുറകൾ മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മൻ മാത മുദ്മിനം ബിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസാ. ആരൊരുവൻ ലഹരി നുണഞ്ഞുകൊണ്ടാണോ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയത്, തൗബ ചെയ്യാതെയാണ് മരിച്ചത് എങ്കിൽ അവൻ കാഫിറായിട്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളെ ചത്തുപോയതുപോലെ ലാത്തയും ഉസയും എന്ന് പറയുന്ന ബിംബങ്ങൾ ആരാധിച്ച് ചത്തുപോയ സമൂഹത്തെ പോലെ എന്റെ സമുദായത്തിൽ നിന്ന് മദ്യം നുകരുന്നവർ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവർ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുറൂബിഹാ.
അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവനെ കുറിച്ചാണോ കാഫിറായി ചത്തുപോകുക എന്ന് നബിയെ തങ്ങൾ പറഞ്ഞത് എന്ന് സ്വഹാബത്ത് വിഷമത്തോടുകൂടി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അല്ല സ്വഹാബ, അല്ല സ്വഹാബ, കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് ഏതെങ്കിലും രാവുകളിൽ ആഘോഷ പൊലിമകളുടെ പേരിൽ ലഹരി നുണഞ്ഞവരുണ്ടോ? സിറിഞ്ച് വെച്ചുകൊണ്ട് കയ്യിലേക്ക് ലഹരി അടിച്ചു കയറ്റിയതായ ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, അവർ തീർച്ചയായും കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനില്ല, കാഫിറായി ചത്തുപോകും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കണം. എന്റെ മോനൊന്നും ഇല്ല എന്ന് പറയരുത്. നമ്മുടെ മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ആരും നമ്മുടെ മക്കളെ ഒന്നും നല്ല പിള്ളയായിട്ട് ചമയ്ക്കണ്ട. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കണം. നമ്മുടെ മക്കള് 2 രീതിയിലുള്ള മക്കളായി വരും. 2 രീതിയിലുള്ള മക്കളെ അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ. ഒന്നേതാ? മാതാപിതാക്കൾക്ക് ദുആരക്കുന്ന മക്കൾ, അനുകൂലമായി. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേണ്ട പോലെ പരിഗണിക്കുന്നതായ മക്കളാണ്. മാതാപിതാക്കളെ ചീത്ത വിളിക്കില്ല, അവരെ തെറി വിളിക്കില്ല, ശകാരിക്കില്ല, ചവിട്ടില്ല, തൊഴിക്കില്ല. അനാവശ്യമാകുന്ന ഒരു വാക്ക് പോലും മാതാപിതാക്കളെ കുറിച്ച് പറയില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവരെ പ്രയാസപ്പെടുത്തില്ല. കൊണ്ട് പോലും അവരെ പ്രയാസപ്പെടുത്തില്ല. അങ്ങനത്തെ മക്കൾ, അതാണ് കൺകുളിർമയുള്ള മക്കൾ എന്ന് പറഞ്ഞ. മറ്റേത് കുരുത്തം കെട്ടവൻ, നരകം വിലക്ക് വാങ്ങിയ മക്കളാണ്. അല്ലാഹു അതിൽ നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് വരേണ്ടത്. വാപ്പായുമായും വിളിച്ച മോനടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരണം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും മാതാപിതാക്കൾ വിളിച്ചാൽ കൈയഴിച്ചിട്ട് നിസ്കാരത്തിൽ നിന്ന് അവർക്ക് ഇജാബത്ത് കൊടുക്കണമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കാൻ. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വാപ്പായും വിളിച്ചെന്ത് ചെയ്യണം? കൈയടിച്ചിട്ട് ആർക്ക് ഉത്തരം കൊടുക്കണം? വാപ്പാക്കും. ഫർള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നബിതങ്ങൾ വിളിച്ചാല് നബിക്ക് ഇജാബത്ത് കൊടുക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.